നമസ്കാരം. ആര്യനാട് ദളിത് യുവതിക്കെതിരെ ലൈംഗിക ആക്രമണം നടത്തിയ പ്രതിയെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. വെള്ളനാട് വെളിയന്നൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറായ ഫക്രുദ്ദീനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 28കാരി നൽകിയ പരാതിയിലാണ് ആര്യനാട് പോലീസ് കേസെടുത്തത്. ബൈക്കിൽ നിന്നും വീണ് പരിക്കേറ്റ ചികിത്സക്കെത്തിയ യുവതിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നു. എന്നാൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പരാതി ലഭിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്താനോ മറ്റു നടപടികൾ സ്വീകരിക്കാനോ അധികാരികൾക്കായിട്ടില്ല. ദളിത് സ്നേഹം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും മൗനത്തിലാണ്. ഏപ്രിൽ 14-നാണ് ബൈക്കിൽ നിന്നും വീണ് പരിക്ക് പറ്റിയതിനെ തുടർന്ന് വെളിയന്നൂരിലെ ആയുർവേദ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടുന്നത്. തോളിനായിരുന്നു പരിക്കേറ്റത്. 3 ദിവസത്തേക്കുള്ള മരുന്ന് നൽകി പരാതിക്കാരിയെ ഡോക്ടർ തിരിച്ചയച്ചു. എന്നാൽ മരുന്ന് കഴിച്ചിട്ടും വേദന കുറവില്ലാത്തതിനാൽ അടുത്ത ദിവസവും പരാതിക്കാരി ആശുപത്രിയിൽ എത്തിയെങ്കിലും ഡോക്ടർ ആശുപത്രിയിൽ ഇല്ലാത്തതിനാൽ മടങ്ങേണ്ടി വന്നു. തുടർന്ന് ഏപ്രിൽ 16-നും യുവതി ഭർത്താവിനൊപ്പം ആശുപത്രിയിലെത്തി. അന്നേ ദിവസം നേഴ്സിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരാതിക്കാരിയെ ഡോക്ടർ ചികിത്സിച്ചത്. അടുത്ത വരവിനാണ് ഡോക്ടർ തനിനിറം കാട്ടിയത്. വേദന കുറവില്ലെങ്കിൽ അടുത്ത ദിവസം സമീപത്തുള്ള മറ്റൊരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ മതിയാവുമോ എന്ന് യുവതി ഡോക്ടറോട് ചോദിച്ചിരുന്നു. എന്നാൽ അടുത്ത ഒരു ദിവസം കൂടി വരാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. 1:30-ക്ക് ആശുപത്രിയിൽ എത്തണമെന്നായിരുന്നു ഡോക്ടർ ആവശ്യപ്പെട്ടത്. തുടർന്ന് 17-ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് യുവതി വെളിയന്നൂരിലെ ആയുർവേദ ആശുപത്രിയിലെത്തി. വേദന കുറവില്ലെന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം മാറ്റാൻ പ്രതി ആവശ്യപ്പെട്ടു. ഈ സമയം വനിതാ നേഴ്സ് ആശുപത്രിയിൽ ഇല്ലായിരുന്നു. നേഴ്സ് ഇല്ലാത്ത സമയം മനസ്സിലാക്കിയാണ് പ്രതി യുവതിയോട് ആശുപത്രിയിൽ എത്താൻ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. വനിതാ നേഴ്സിന്റെ സസാന്നിധ്യത്തിൽ വസ്ത്രം മാറ്റാൻ യുവതി വിസമ്മതിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. നേഴ്സ് എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ യുവതിയെ പ്രതി ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു. ശേഷം ചികിത്സയ്ക്കെന്ന വ്യാജേനെ പ്രതി യുവതിയെ ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു. തോളിന് പരിക്കേറ്റ യുവതിയുടെ മാറിടത്തിൽ പലതവണ കടന്നു പിടിച്ച പ്രതി ശരീരത്തിന്റെ പിൻഭാഗത്തും സ്പർശിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. പരിക്കേൽക്കാത്ത ശരീരഭാഗങ്ങളിൽ പ്രതി ലൈംഗികമായി സ്പർശിക്കുകയായിരുന്നു. സംഭവ ദിവസം ഭർത്താവിനോടൊപ്പമാണ് യുവതി ആശുപത്രിയിൽ എത്തിയിരുന്നത്. ഡോക്ടറിൽ നിന്നുണ്ടായ ആക്രമണത്തെ പറ്റി യുവതി ഭർത്താവിനോട് പറഞ്ഞിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ താൻ യുവതിയെ സഹായിച്ചതാണെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. തുടർന്നാണ് യുവതി ആര്യനാട് പോലീസിനെ സമീപിക്കുന്നത്. കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. എന്നാൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പട്ടികജാതി പട്ടികവർഗം അതിക്രമങ്ങൾ തടയൽ നിയമവും ഭാരതീയ ന്യായ സംഹിതയിലെ 74, 75, 1 വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടാക്കട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അതേസമയം പ്രതിക്കുള്ള ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. സർക്കാർ ഡോക്ടറായ പ്രതിക്കെതിരെ ഒരു വകുപ്പ് തല നടപടിയും ആരോഗ്യ വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നതും വിചിത്രമാണ്.